നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പ്രിയമുള്ളവർ, എത്ര കണ്ട് പറഞ്ഞാലും അറിയാതെ സന്തോഷമുള്ള ഈ നിമിഷം അവാച്യമായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നു. ഈ പ്രകൃതിയുടെ വികൃതി എന്ന് തന്നെ പറയട്ടെ, നല്ല വെയിലത്ത് വീട്ടിലിരിക്കുന്ന സമയത്ത് ഒരു ഓട്ടോറിക്ഷ വന്നു. ഓട്ടോറിക്ഷയിൽ കയറാൻ നോക്കുന്നത് ഉടനെ മഴ പെയ്തു. അത്ഭുതമായിട്ട് തോന്നി. നമ്മളെ ഉപദ്രവിക്കാനാണോ ഈ മഴ, മനഃപൂർവ്വം ചെയ്യുന്നത് പോലെ തോന്നിപ്പോവുകയാണ്. പക്ഷെ എല്ലാ പ്രോഗ്രാമും ഇങ്ങനെയാണ്. കേരളമല്ല, ഇന്ത്യ മുഴുവൻ, അതുപോലെ ലോകത്തെ ഈ പ്രതികൂല കാലാവസ്ഥ നടക്കുന്ന ഈ സമയത്ത് അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ഏതായാലും ശരി, ഈ സമയത്ത് ഇവിടെ എത്തിച്ചേർന്ന സഹൃദയരായ നമ്മുടെ എല്ലാ മെമ്പേഴ്സിനും എങ്ങനെ നിങ്ങളോട് നന്ദി പറയേണ്ടു എന്ന് പറയേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ തമ്മിൽ നന്ദി പറയേണ്ട ആവശ്യമില്ല. നിങ്ങളും ഞാനും ഒരേ രീതിയിലാണ് ഈ സംഘടനയിൽ വർക്ക് ചെയ്യുന്നത്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇവിടെ ഞങ്ങളോട് സഹകരിക്കുന്നു. ആ സഹകരണത്തിന് വളരെയധികം നന്ദിയുണ്ട്. ഇങ്ങനെ ഒരു പദ്ധതി നടപ്പാക്കണം എന്നുള്ളൊരു ആഗ്രഹം വന്നതുകൊണ്ട് ഏറ്റവും നല്ല സമ്മാനമായിട്ട് ഞങ്ങൾക്ക് തൽക്കാലം എക്സിക്യൂട്ടീവ് ചേർന്നപ്പോൾ ഞങ്ങളുണ്ട്. അരി എന്നത് പറയുന്നത് നമ്മുടെ എല്ലാം അവിഭാജ്യ ഘടകമാണ്, ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമാണല്ലോ. അതുകൊണ്ട് അരി തന്നെ കൊടുക്കാം, അത് അരിയിൽ തന്നെ തുടങ്ങാം നമുക്ക് എന്ന് പറഞ്ഞ അഭിപ്രായത്തോടുകൂടി ഇതിനെ ചേർക്കും ഞങ്ങളെല്ലാവരും തീരുമാനിച്ചതാണ്. അന്ന് അവസാനം നമ്മൾ ഒരു ചെറിയ കിറ്റ് അരിയാണ് ഇന്ന് സമ്മാനമായി തരുന്നത്. അതിനെക്കുറിച്ച് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അതിവിടെ കൃത്യസമയത്തിന് എത്തി, നമുക്ക് പാക്ക് ചെയ്യാൻ കഴിഞ്ഞു. ഏതായാലും ശരി, ഇങ്ങനെയൊരു സന്ദർഭം ഉണ്ടാക്കിയതിന് വളരെയധികം നന്ദി. ഈ പ്രസ്ഥാനത്തോട് തന്നെ ഞാൻ വീണ്ടും ഓർമ്മിക്കുകയാണ്, നമുക്ക് വീണ്ടും ഈ പ്രസ്ഥാനം ഉയർത്തിക്കൊണ്ടുവരണം. നമ്മുടെ എല്ലാം വിഷമങ്ങൾ, വളരെയധികം വിഷമങ്ങൾ പലർക്കുമുണ്ട്. നമ്മുടെയൊക്കെ വിഷമങ്ങൾ ഇവിടെ വിവരിക്കാൻ തുടങ്ങിയാൽ പലർക്കും അതിന് സമയം കാണില്ല. എനിക്ക് പ്രത്യേകിച്ച് സമയം കാണില്ല. ഒരുപടി വിഷമങ്ങളുടെ ഇടയിൽ നമ്മളെ ഒന്ന് ഒത്തുകൂടാൻ കഴിഞ്ഞത് അതൊരു അസുലഭ നിമിഷമായിട്ട് കരുതുകയാണ്. അതുകൊണ്ട് എല്ലാവർക്കും പുഷ്പളമായ സ്വാഗതം തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. സ്വാഗതത്തോടെ പറഞ്ഞു കഴിഞ്ഞെങ്കിലും നിങ്ങളെ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആ സന്തോഷാധിക്യത്താൽ എനിക്ക് എന്ത് പറയേണ്ടു എന്ന് പോലും എനിക്ക് പറ്റാത്ത രീതിയിലാണത്. മിസ്റ്റർ കുട്ടൻ ഇവിടെ എത്തിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട കുട്ടൻ വാതുറന്നാൽ അത് പൊന്നായി തീരുന്ന രീതിയിൽ സംസാരിച്ച് ഒന്നാം തരുന്ന കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും. അദ്ദേഹത്തെ വളരെയധികം സന്തോഷത്തോടുകൂടെ ഈ സന്ദർഭത്തിൽ ഞാൻ അനുഭവിക്കുകയാണ്. പിന്നെ രാമേന്ദ്രൻ ഡോക്ടറെ, നമ്മളെ പ്രിയപ്പെട്ട രാമേന്ദ്രൻ ഡോക്ടറെ, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അതാണ് നമ്മളെ ഏറ്റവും സമ്പന്നമാക്കിയിട്ടുള്ളത്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും, നാടുകളടക്കം ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ഞാൻ ഉടകുകയാണ്. നിങ്ങളുടെ സാന്നിധ്യത്തിന് ഒന്നുകൂടി നന്ദി അറിയിച്ചുകൊണ്ട് എനിക്കധികം ഈ സമയത്ത് സംസാരിക്കാൻ തോന്നുന്നില്ല. അടുത്ത പരിപാടിയിലേക്ക് നീങ്ങുകയാണ്. അടുത്ത പരിപാടി ഓണസമ്മാന വിതരണത്തിന് ഞങ്ങൾ ചില അടുക്കുചിട്ടയിൽ വെച്ചിട്ടുണ്ട്. വളരെ തന്ത്രപൂർവ്വം നമുക്ക് നമ്മളല്ലാതെ മെമ്പേഴ്സ് സമ്മാനം വിതരണം ചെയ്യുന്നത് നമ്മുടെ പ്രിയകരനായ ഡോക്ടറാണ്. അപ്പൊ അതിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു ഉദ്ഘാടനം എന്ന രീതിയിൽ നമ്മളൊരു ഏതാനും പേർക്ക് മാത്രം മുൻപിലിരിക്കുന്നവർക്ക് കൊടുക്കുകയാണ്. അതിനെ ഡോക്ടറെ ആദരവോടുകൂടി ക്ഷണിക്കുകയാണ്. നമ്മുടെ സീനിയർ മെമ്പറാണ് നാണുവേട്ടനെ ഡോക്ടർ ഇത് നൽകിക്കൊണ്ട് നമുക്ക് ഉദ്ഘാടന കർമ്മം നിർവഹിക്കാം. അതുപോലെ പി സുകുമാരേട്ടനെ സമ്മാനം വിതരണം ചെയ്യുന്നത് ദിനേശൻ ഡോക്ടർ ഒരാൾക്ക് കൊടുക്കും. മോഹനൻ കെ ഒരാൾക്ക് ദിനേശൻ ഡോക്ടർ. എല്ലാവർക്കും ഈ വിശദമായ സമ്മാനം ആസൂത്രണം ചെയ്ത ഭാരവാഹികൾ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. സൗദാമിനി ടീച്ചർക്ക് സദാനന്ദൻ ഡോക്ടർ നൽകും.
മുകുന്ദൻ പി അവർക്ക് PV നാരായണ മാഷ് നൽകും. നാരായണ മറ്റുള്ളവർക്കെല്ലാം നമുക്ക് പിന്നീട് ഒരു മലയാള മാസം ഒന്നുകൂടെ കഴിഞ്ഞു, ഒരു വർഷം കഴിഞ്ഞു. ഈ വർഷം പതിവില്ലാത്ത നിലയിൽ നമ്മളെ വിഷമിപ്പിക്കാതെയുള്ള 4 മാസത്തെ മഴയാണ് ഇപ്പം നടന്നിരിക്കുന്നത്. മഴക്കാലം എപ്പോഴും പ്രളയങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവുമെങ്കിലും ഈ വർഷം അത്ര വലിയ പ്രശ്നമൊന്നുമില്ലാതെ നമ്മളെ എല്ലാ ദിവസവും വീച്ചിലിങ്ങനെയുള്ള മഴ വിഷമിപ്പിക്കാതെ കണ്ട് 4 മാസം കഴിഞ്ഞിട്ടുണ്ട്. ഒരു നല്ല ദിനങ്ങൾ ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ, ആയുരാരോഗ്യങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നു. എല്ലാം നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഗുരുതുല്യനായ ബഹുമാന്യനായ PV, പ്രിയപ്പെട്ട വി രഘുനാഥൻ മാസ്റ്റർ, ബഹുമാന്യനായ ഡോക്ടർ V രാമചന്ദ്രൻ, പ്രിയപ്പെട്ട ജയപ്രകാശ്, ഡോക്ടർ ദിനേശൻ, ഡോക്ടർ സദാനന്ദൻ, ചന്ദ്രമതി ടീച്ചർ, K നാരായണൻ മാസ്റ്റർ, PV ശ്രീധരൻ, പ്രിയപ്പെട്ട സഹോദരി സഹോദരൻ, ഒരുപാട് ആളുകളുടെ പേര് പറയട്ടെ. വലിയ അടുപ്പമുള്ള ആളുകൾ അപ്പുറത്താണുള്ളത്. ഞാൻ ഇരിക്കേണ്ടതാണ് നിങ്ങളൊക്കെ ഇരിക്കുന്നു. ഓണത്തെ കുറിച്ച് സംസാരിക്കാനാണ് നാരായണ മാഷ് എന്നോട് പറഞ്ഞത്. നാരായണ മാഷ് ഇത്ര വലിയൊരു മഹാബലിയാവും എന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്നു. നാരായണ മാഷ് ഇവിടെ വരുന്ന ആൾക്ക് മുഴുവൻ അരി കൊടുക്കാൻ തീരുമാനിച്ചതിനേക്കാൾ വലിയ ഒരു സന്തോഷം വേറെ എന്താണുള്ളത്. അരി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ശാസ്ത്രം കൂടി. നമ്മൾ തുടങ്ങുന്നത് അരിയിൽ നിന്നാണ് അല്ലേ. നമ്മൾ അവസാനിച്ചു പോകുമ്പോഴും കുട്ടികൾക്ക് നിങ്ങളുടെ മേലെ നിക്ഷേപിക്കാൻ ഒരു സ്നേഹവും ബാക്കിയില്ലാത്തപ്പോൾ ഒരു ഇത്തിരി അരി എടുത്താണ് ആ സ്നേഹം പ്രകടിപ്പിക്കുന്നത്. പോയിക്കൊള്ളൂ എന്ന അനുവാദം നൽകുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് അരി ജീവിതത്തിൻ്റെ ഒരു എല്ലാ ഘട്ടങ്ങളിലും നമ്മളിപ്പോൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാന്നിധ്യമാണ് അരിയുടെ. ഏതായാലും ഞാൻ നേരത്തെ മോനോട് പറഞ്ഞു, മോനോട്ടാണ് ഭംഗിയായിട്ട് പറഞ്ഞു. നിങ്ങൾ തീരുമാനിച്ചത് ഗംഭീര തീരുമാനം. ഏത് മനുഷ്യനും, ഏറ്റവും അവസാനത്തെ മനുഷ്യന് വരെ ഒരു സമ്മാനം സന്തോഷമാണ്. ഞാൻ പലപ്പോഴും അത് ആലോചിക്കാറുണ്ട്. ഒരു ചെറിയ സമ്മാനമാണെങ്കിൽ പോലും നമ്മൾ പറയാം കുട്ടികൾക്ക് സമ്മാനം കൊടുക്കല്ല. നമ്മളൊക്കെ കുട്ടികൾ തന്നെയാണ്, ജീവിതകാലം മുഴുവൻ കുട്ടികളായി ജീവിക്കുന്നവരാണ് നമ്മളൊക്കെ. ഒരു സമ്മാനം കയ്യിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു കൃത്യത, അതിൻ്റെ ഒരു സന്തോഷം ഏതൊരു മനുഷ്യൻ്റെയും ഭാഗമാണ്. ഒരു സമ്മാനം ഒരു വലിയ പ്രിയപ്പെട്ട കാര്യം തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. നേരത്തെ പറയുമ്പോൾ ഓണത്തെക്കുറിച്ച് പറയണം എന്നാണ് പറയുന്നത്. ഓണത്തെക്കുറിച്ച് ആർക്കാണ് അറിയുന്നത്? ഓണത്തെക്കുറിച്ച് നിങ്ങൾക്കും എനിക്കും അറിയുന്നതൊന്നും ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയില്ല. കുട്ടികൾ ആരും ഇവിടെ ഇല്ല എന്നുള്ള സന്തോഷം. എന്താ ഓണത്തിൻ്റെ ഒരു സന്തോഷം? ഓണത്തിൻ്റെ അന്നാണ് പായസം കിട്ടും. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമായിരുന്നു ഓണത്തിൻ്റെ അന്ന് എന്തായാലും പായസം ഉണ്ടാകും. ഈ മലബാറിൻ്റെ ഒരു പ്രത്യേകത, ഞാനത് ഗുരുവായൂർ പോയപ്പോഴാണ് അനുഭവിച്ചറിഞ്ഞത്. മലബാറിൻ്റെ ഒരു പ്രത്യേകത, എൻ്റെ വീട്ടിൽ ആകെ കൂടി ഇറച്ചി വെക്കുക ഓണത്തിനാണ്. ആ ഇറച്ചി വെക്കുന്നത് പിന്നെ നിങ്ങൾ വിചാരിച്ച മാതിരി പോയി ഇറച്ചി വാങ്ങി കൊണ്ടുവന്ന് വെച്ചാലെന്നുണ്ട്. വീട്ടിന്റെ ചുറ്റുമുള്ള ആളുകളെല്ലാം കൂടി ചേർന്നിട്ട് ഇറച്ചി ഉണ്ടാക്കാൻ തീരുമാനിക്കും. ഒരു ആട്ടിനെ കൊണ്ടുവന്നിട്ടോ അല്ലെങ്കിൽ കുറച്ച് കോഴിനെ കൊണ്ടുവന്നിട്ടോ വല്ല ഒരു ഇറച്ചി ഉണ്ടാക്കും. അപ്പോൾ വീട്ടിലതിൻ്റെ ഒരു പങ്കാളിത്തം ഉണ്ട്. അത് അങ്ങ് വെച്ച് കിട്ടും. അതിൻ്റെ ഒരു സന്തോഷം ജീവിതത്തിൽ ഒരിക്കലും അനുഭവിക്കാൻ കഴിയാത്ത ഒരു അനുഭൂതി തന്നെയാണ്. വളരെ അപൂർവമായി കിട്ടുന്ന അത്തരം ഭക്ഷണ സാധനങ്ങൾ നമ്മളെ നാവിൻ്റെ രുചികളിലൂടെ കടന്നുപോയിട്ടുള്ളത് തന്നെ എനിക്ക് ഓർമ്മയില്ല.
രണ്ടാമത്തെ 2 ദിക്കിലാണ് പായസം കിട്ടുക. ഒന്ന് എൻ്റെ വീട്ടിൽ ആഗസ്റ്റ് 15 പായസം ഉണ്ടാവും. അച്ഛൻ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് എന്നുള്ളത് കൊണ്ട് ആഗസ്റ്റ് 15 അമ്മ നിർബന്ധമായി പായസം കൊടുക്കും. അതോടൊപ്പം പായസം കിട്ടുന്ന മറ്റൊരു ഘട്ടമുള്ളൂ വിഷു അല്ലെങ്കിൽ ഓണം. ഈ ദിവസങ്ങളിൽ മാത്രമേ എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ സുഭിക്ഷമായി അന്നമുണ്ടിരുന്ന ദിവസങ്ങളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓണം. കടന്നു വരുന്നതാണ് ഓണത്തിന്റെ. എന്താ ഓണത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത? കർക്കിടകാണ് തൊട്ട് മുമ്പേ കടന്നു പോകുന്നത് അല്ലേ? കർക്കിടകത്തില് നമ്മുടെയൊക്കെ വീട്ടില് പഴയ കാലത്ത് 1 മണി അരി പോലും ഇല്ലാതെ റേഷൻ കടയിൽ നിന്ന് ഗോതമ്പ് വാങ്ങി കഞ്ഞി വെച്ചിട്ടാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ പട്ടിണി അകറ്റിയിരുന്നത്. ഇതൊക്കെ ഒരു കാലത്തിന്റെ ഓർമ്മയാണ്. ഞാനിപ്പോ ഓണം ആസ്വദിക്കാത്ത ഒരു മനുഷ്യനാണ്. കാരണം എനിക്ക് വറുതിയില്ല, എനിക്ക് പട്ടിണിയില്ല. ഇന്ന് എനിക്ക് വേണമെന്ന് തോന്നിയാൽ ഏത് ദിവസം വേണമെങ്കിലും ഓണമാക്കാൻ കഴിയും നിങ്ങൾക്കൊക്കെ. എനിക്ക് മാത്രമല്ല, നിങ്ങൾക്കൊക്കെ അങ്ങനെയാണ്. അതേസമയത്ത് നമ്മളൊരു പഴയ ഓണാലോചിച്ചപ്പോൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുള്ള ഒരു കാര്യമുണ്ട്. ഞാനിപ്പോഴും അത് പറയാറുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിലെ ഓണത്തെ സ്വാഗതം ചെയ്തിട്ടുള്ളത് എനിക്ക് കിട്ടാൻ പോകുന്ന ഒരു പുതിയ ട്രൗസറും ഷർട്ടും കണ്ടിട്ടാണ്. ആകെ കിട്ടുന്ന ഒരു സാധനം അതാണ് ഓണക്കോടി. അത് നിർബന്ധമായതുകൊണ്ട് എൻ്റെ അച്ഛനും അമ്മയൊക്കെ ടീച്ചർമാരാണെങ്കിലും പട്ടിണിയിൽ നിന്ന് പട്ടിണിയിൽ തന്നെയാണ് നമ്മളൊക്കെ പറഞ്ഞു പോകുന്നത്. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. ഏതായാലും അങ്ങനെ കിട്ടുന്ന ഒരേ ഒരു വസ്ത്രമാണ് ഒരു കൊല്ലത്തിൽ നമുക്ക് കിട്ടുന്ന ഏക ഡ്രസ്സ്. ഞാൻ പലപ്പോഴും പറയുന്നത്, ഞാൻ ഈ NCC പോയി ചേർക്കാം. ഞാൻ അന്ന് വളരെ ചെറിയ കുട്ടി, NCCയിൽ എടുക്കൂല. പക്ഷെ ഒരുപാട് റെക്കമെൻഡെല്ലാം ചെയ്തിട്ടാണ് എന്നെ NCCയിൽ എടുത്തത്. NCCയുടെ അട്രാക്ഷൻ എന്താണെന്നറിയോ? ഒരു ഭാര സോപ്പ്. നമുക്കൊരു മാസത്തിൽ ഒരു ഭാരം സോപ്പ് കിട്ടും. വേറൊന്നും കൂടി ഒരു ടൗസർ കിട്ടും ഇല്ലേ? കാക്കിന്റെ ഒരു ടൗസർ. അത് നമ്മളെ വേറെ ഞാൻ പറയുമ്പോൾ എൻ്റെ NCC മാഷായ ഭാനു മാഷക്കും എൻ്റെ ഫിസിക്കൽ ട്രെയിനിങ് മാഷായ നാണു മാഷക്കും ഒന്നിച്ച് ഇടാൻ പറ്റുന്ന കാര്യത്തിലുള്ള ഒരു ട്രൗസർ കിട്ടും. ഇതൊക്കെയായിരുന്നു ഒരു പഴയ കാലത്തിന്റെ ദാരിദ്ര്യത്തിന്റെ ഓർമ്മ. പക്ഷെ ആ ദാരിദ്ര്യം വലിയ സമ്പന്നായിരുന്നു. ആ ദാരിദ്ര്യമാണ് ഈ ഓണം ആഘോഷിക്കാൻ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായി മാറിയിട്ടുള്ളത് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും. അതുകൊണ്ട് തന്നെ ഇന്ന് എൻ്റെ മക്കളോട് ഓണത്തെ പറ്റി പറയുമ്പോൾ അവർ വളരെ കുറ്റത്തോട് ചോദിക്കും, ഇന്ന് എത്ര വസ്ത്രം കൊണ്ടുവന്ന് മാറ്റി എന്നായിരിക്കും അവർ ആലോചിക്കുന്നത്. കാരണം ഓൺലൈനിൽ വസ്ത്രം വരും, ഇട്ടു നോക്കിയിട്ട് പറ്റൂല എന്ന് പറഞ്ഞാൽ തിരിച്ചു കൊടുക്കും, പിറ്റേ ദിവസം പകരുന്നവരും. ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിൽ ഇപ്പോഴത്തെ ശരാശരി എല്ലാ വീടുകളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ദാരിദ്ര്യത്തിന്റെ ഓർമ്മയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രിയപ്പെട്ട ഓണമായി കടന്നു വരുന്നത്. എന്നാൽ ഒരു വലിയ മഴ വരുന്നു. ആ മഴയ്ക്ക് ശേഷം ഇപ്പൊ കണ്ടിട്ടുള്ള ഈ ശാന്തതയുണ്ടല്ലോ, ഈ വെയിലുണ്ടല്ലോ, ആ ഇളം വെയിലായിരുന്നു ജീവിതത്തിൽ പഴയ കാലത്തെ ഓണം എന്നത്. അത് ഏറ്റവും വലിയ പ്രത്യേകത. എന്താ ഓണം എല്ലാവർക്കും അറിയാം, മാവേലി വരുന്നതാണ്. എന്താ മാവേലിയുടെ പ്രത്യേകത? മാവേലി അസൂയാവഹമായ ഭരണാധികാരിയായിരുന്നു. അസൂയാവഹമായ ഭരണാധികാരി എന്ന് പറഞ്ഞാൽ ആർക്കാ അസൂയ തോന്നിയത്? ഈ ലോകത്തെ ഏറ്റവും വമ്പന്മാരായിട്ടുള്ള ആളുകൾക്കാണ്, ദൈവങ്ങൾക്കാണ് അസൂയ തോന്നിയത്. ഈ അസുര ജന്മമെടുത്ത ഈ മനുഷ്യൻ കേരളം ഭരിക്കുമ്പോ അങ്ങ് മേലെ ഇരുന്ന് ഇതിനോട് അസൂയ തോന്നിയിട്ടുള്ളത് ആർക്കാണ്? ദൈവങ്ങൾക്കാണ്. അപ്പൊ ദൈവങ്ങൾക്ക് അസൂയുണ്ടോ? ദൈവങ്ങൾക്ക് അസൂയുണ്ട് കേട്ടോ. ദൈവങ്ങൾക്ക് അസൂയുണ്ട്, സത്യമാണ്. അത് മാത്രമാണോ? അദ്ദേഹം ഈ വാമനൻ എന്ന് പറയുന്ന കൊച്ചു മനുഷ്യൻ കേരളത്തിലേക്ക് വന്ന് ഈ എന്റെ മുമ്പിൽ ജയപ്രകാശിന് ഈ വ്യത്യസ്തമായിട്ടുള്ള കഥയെല്ലാം പുതുതായിട്ട് പറയാനുണ്ടാവും. പക്ഷെ ഞാൻ അടക്കമുള്ള സ്കൂൾ പഠിച്ച കാര്യമാണ് വാമനൻ എന്ന് പറയുന്നത് അസുര ജന്മമാണെന്നും ആ അസുരന്റെ ഭരണത്തിൽ അസൂയ പൂണ്ട ദൈവതുല്യരായിട്ടുള്ള മനുഷ്യര്, അതായത് ദേവന്മാര്, അവര് ഭൂമിയിലേക്ക് വന്ന് ഈ മഹാബലിയോട് ചോദിച്ചു, എനിക്ക് എവിടെയാണ് സ്ഥലം? അദ്ദേഹം ദാനം കൊടുക്കാൻ ഏറ്റവും ആഗ്രഹിക്കുന്ന മനുഷ്യനാണ്, രാജാവാണ്. അദ്ദേഹം പറഞ്ഞു, 3 അടി മണ്ണ് നിനക്ക് തന്നിരിക്കുന്ന. ആ 3 അടി മണ്ണില് 3ാമത്തതിലാണല്ലോ അദ്ദേഹത്തിന്റെ തലയിലേക്ക് ചവിട്ടി പാതാളത്തിലേക്ക് താഴ്ത്തിക്കഴിഞ്ഞത്. നമ്മൾ സത്യത്തിൽ ആരെ കൂടിയാണ്? അത് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളൊക്കെ ആരെ കൂടിയാ? ദൈവത്തിന്റെ കൂടിയാ? ഈ ഒരു നിമിഷത്തിലെങ്കിലും നിങ്ങൾ അസുരന്മാരുടെ കൂടിയല്ലേ? അസുര ജന്മമെടുത്ത മനുഷ്യനല്ലേ നമുക്ക് ഏറ്റവും നല്ല ഭരണാധികാരിയായിട്ട് മാറിയത്? കേരളം ഏറ്റവും ഭംഗിയായി ഭരിച്ചത് കള്ളപ്പറയും ചെറുനാഴിയും ഒന്നുമില്ലാത്ത അതിഗംഭീരമായ ഭരണം നടത്തി കേരളത്തെ അനുഗ്രഹിച്ച മനുഷ്യൻ എന്ന് പറയുന്നത് ദൈവികമായിട്ടുള്ള മനുഷ്യനല്ല, മറിച്ച് അസുര തുല്യനായ അസുര ജന്മമെടുത്തിട്ടുള്ള രാജാവാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
അതിലെന്താ നമ്മൾ കാണുന്നത്? നമ്മൾ കാണുന്നത് മലയാളിയെ സംബന്ധിച്ചിടത്തോളം, കേരളക്കാരനെ സംബന്ധിച്ചിടത്തോളം, ഇവിടെ ജീവിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ദൈവമാണോ അസുരനാണോ എന്നതല്ല പ്രധാനം. അതിലപ്പുറത്തൊരു നല്ല ഭരണാധികാരിയായി നീ ഞങ്ങളെ സേവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് അടിസ്ഥാനപരമായ ചോദ്യം എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ അസുരനായാലും ദൈവമായാലും നന്മയെ നമ്മൾ അംഗീകരിക്കും. ഏറ്റവും വലിയ സന്തോഷം നിങ്ങളുടെ ജാതിയോ നിങ്ങളുടെ മതമോ നിങ്ങളുടെ രാഷ്ട്രീയമോ നിങ്ങളുടെ കുലമോ അതൊന്നും അല്ല മഹത്വവൽക്കരിക്കപ്പെടേണ്ടത്. മറിച്ച് നിങ്ങൾ നൽകുന്ന സന്തോഷം, നിങ്ങൾ ഈ രാജ്യത്തിന് നൽകുന്ന കൂട്ടായ്മ, ഈ രാജ്യത്തിന് നൽകുന്ന സത്യസന്ധത, അവയൊക്കെയാണ് ഒരു മനുഷ്യനെ വിലയിരുത്താൻ ഈ രാജ്യം തിരഞ്ഞെടുത്തിട്ടുള്ള അളവുകോലുകൾ എന്നുള്ളതാണ് ഓണം നൽകുന്ന ഏറ്റവും പ്രിയപ്പെട്ട സന്ദേശം എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, നിങ്ങൾ ഒരുപാട് ബോധിപ്പിക്കാനല്ല, എൻ്റെ ശേഷവും പ്രസംഗിക്കാൻ ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ട് അതിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. മറിച്ച് ഇതൊരു ഊഷ്മളമായ ഓണമായി മാറാൻ, പഴയ ഓർമ്മകളിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു ചെപ്പടി വിദ്യയായി ഈ ഓണത്തെ ഉപയോഗിക്കാൻ. എൻ്റെ മുമ്പിലിരിക്കുന്ന എല്ലാ മനുഷ്യരുടെയും ബാല്യം എനിക്ക് കാണാൻ കേട്ടോ. എല്ലാതിനേക്കാൾ വളരെ ബുദ്ധിമുട്ടിയിട്ടുള്ള ഇതാ ഗോവിന്ദനെ പോലെയുള്ള ആളുകളുണ്ട്, നാരായണ എന്നെ പുരുഷനെ പോലെയുള്ള എന്നെക്കാൾ കഷ്ടമായിട്ടുള്ള ജീവിതമായിരിക്കും ചെറുപ്പത്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞാനീ പറഞ്ഞതിനേക്കാൾ ദയനീയമായിരിക്കും പലരുടെയും തുടക്കം. പക്ഷെ അവിടെ നിന്നും നടന്ന് നമ്മൾ ഈ പൊന്നോണത്തിലെത്തിയിരിക്കുന്നു, നമ്മൾ ഈ പൊന്നോണ പുലരിയിലെത്തിക്കുന്നു, ഈ സന്തോഷത്തിലെത്തിയിരിക്കുന്നു. ആ സന്തോഷം നിങ്ങളുമായി പങ്കുവെച്ചു കൊണ്ട് ഓണത്തിന്റെ ഊഷ്മളമായ ആശംസകൾ ഞാനുകൊണ്ട് ഈ സീനിയർ സിറ്റിസൺ എന്നതൊരു വലിയ കൂട്ടായ്മ. ഞാനിപ്പോ 2 ദിവസം മുമ്പ് അതുപോലെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാതെ ഓണല്ല, 2 ദിവസം മുമ്പ് ഒരു ലേഖനം ഞാൻ വായിച്ചു. ആ ലേഖനത്തിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്താ പറയുക? നിങ്ങൾ ദീർഘമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം. ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരോടൊപ്പം പോവുക എന്നതാണ്. ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് വിളിച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാ ദിവസവും 8 മണിയാകുമ്പോഴത്തേക്ക് വീട്ടിലെത്തണമെന്നൊന്നും ഇനി മേലിൽ പറയണ്ട, ഞാൻ ദീർഘമായി ജീവിക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നു എന്ന് ഞാൻ ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരോടൊപ്പം ഇരിക്കൂ എന്നാണ് പറയുന്നത്. അത് തന്നെയാണ് ഈ സീനിയർ സിറ്റിസന്റെ ഏറ്റവും വലിയ വിജയം. നിങ്ങളും ഞാനും ഒക്കെ കൂട്ടായിരിക്കുന്ന ഇവിടെ പരസ്പരം സംസാരിക്കുമ്പോൾ നമ്മളൊരു പുതിയ ജീവിതം എത്തിപ്പിടിക്കുന്നു എന്നുകൂടി ഓർക്കണം എന്ന് വിനയപൂർവ്വം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ സ്വീകരിക്കുന്നു. പ്രിയപ്പെട്ട ജയപ്രകാശ്, നിങ്ങളോട് സുജനത്തിന്റെ ഈ മഹത്തായ യോഗത്തിന്റെ അധ്യക്ഷൻ എൻ്റെ വലിയ ഗുരുനാഥൻ നാരായണ മാസ്റ്റർ, വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള പേരാവൂരിൻ്റെ സാമൂഹ്യ ആധ്യാത്മിക മേഖലയിലൊക്കെ തന്നെ, അതുപോലെ തന്നെ ചികിത്സാ രംഗത്തും നിറസാന്നിധ്യമായി നിൽക്കുന്ന ഡോക്ടർ വി രാമചന്ദ്രൻ, പ്രിയപ്പെട്ട കെ രാമചന്ദ്രൻ, സ്വാഗതം ആശംസിച്ചിട്ടുള്ള ശ്രീ രഘുനാഥൻ മാസ്റ്റർ, ഈ വേദിയിൽ ആശംസ പ്രസംഗം നടത്തുന്നതിന് വേണ്ടി സന്നിഹിതരായിട്ടുള്ള ഡോക്ടർ സഹപാഠിയും എൻ്റെ പ്രിയ സ്നേഹിതനുമായിട്ടുള്ള ഡോക്ടർ, അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഡോക്ടർ സദാനന്ദൻ, കെ ചന്ദ്രമതി ടീച്ചർ, എൻ്റെ വലിയ ഗുരുനാഥന്മാർ ഇതിൻ്റെ മുമ്പിൽ വേദിയിൽ ഇരിക്കുന്നുണ്ട്. നാരായണ മാസ്റ്റർ, ഇവിടെ നാരായണ മാസ്റ്റർ പറയാം, വി നാരായണ മാസ്റ്റർ അല്ല, കെ നാരായണ മാസ്റ്റർ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. അതുപോലെ എൻ്റെ പിതൃതുല്യരായിട്ടുള്ള വ്യക്തിത്വങ്ങളെ, സഹോദരി സഹോദരന്മാർ, ഇന്നത്തെ ഈ ദിവസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ തന്നെ നമുക്കെല്ലാം അറിയാം. ഓണത്തിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ചും അറിയാം. എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതർ കുട്ടൻ രാമചന്ദ്രനോട് സൂചിപ്പിച്ചതുപോലെ അതിനെക്കുറിച്ച് തർക്കത്തിനും ഞാനില്ല. പക്ഷേ നമ്മുടെ പാരമ്പര്യം അനുസരിച്ച് നമ്മൾ പുരാണങ്ങളെയൊക്കെ നോക്കിക്കാണുന്നത്
അതിലുള്ള കഥകളുടെ പുറകെ നടക്കുകയല്ല. കഥകൾ നമുക്ക് മാർഗദർശനം നൽകാൻ വേണ്ടിയാണ്. ധർമ്മങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ആണ് മനുഷ്യന്മാരെ പഠിക്കേണ്ടത്, എങ്ങനെയാണ് ധർമ്മം പരിപാലിക്കുക എന്നുള്ളത്. അതിനു വേണ്ടിയിട്ടുള്ള ചില സന്ദർഭങ്ങളിൽ കഥകളൊക്കെ തന്നെ മഹാഭാരതത്തിലായാലും ബൈബിളിലായാലും ഖുറാനിലായാലും ഒക്കെ നമ്മുടെ ഭഗവത്ഗീതയിലൊക്കെ തന്നെ പല അവിടെയിടങ്ങളിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. രാക്ഷസന്മാരെ നിഗ്രഹം ചെയ്യുക, അതുപോലെ ചതിയിൽ കൂടി ധർമ്മം രക്ഷിക്കുന്ന, ധർമ്മം പാലിക്കുന്ന ഒരാളെ ചതിയിൽ കൂടി വധിക്കുക. ആ മഹാഭാരത യുദ്ധത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പല തർക്കങ്ങളുണ്ടാവും. കർണനെ ഒരു പ്രത്യേക അവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് അമ്പ ചെയ്ത് കൊല്ലുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു നീതിപൂർവമായിട്ടുള്ള ഒരു ചതിയിൽ കൂടിയാണ് അദ്ദേഹത്തെ വധിക്കുന്നത്. പക്ഷെ അതിനകത്തൊരു ധർമ്മമുണ്ട്. അപ്പൊ ആ ധർമ്മത്തിന്റെ വശം മാത്രം നമ്മൾ എടുക്കുക. അതിനുവേണ്ടിയാണ് പുരാണങ്ങളൊക്കെ തന്നെ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അത് അനുസരിച്ച് പരിപാലിച്ച് അതുപോലെ ജീവിക്കാൻ വേണ്ടിയല്ല. പക്ഷെ ധർമ്മം നല്ലത് നമ്മൾ തിരഞ്ഞെടുക്കുക. ചീത്തയായിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി കഴിയുക. അതുകൊണ്ടാണ് മനുഷ്യൻ അറിവ് വേണം. അറിവുണ്ടാകുന്നത് അതുകൊണ്ടാണ്. ആ അറിവിൽ കൂടിയാണ് നമ്മൾ നല്ലതും ചീത്തയും തിരിച്ചറിയുന്നത്. നമ്മൾ ഈ ലോകത്ത് തന്നെ നല്ലതുകൊണ്ട് ചീത്തയുണ്ട്. അത് ഏത് തിരഞ്ഞെടുക്കണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളെ മനുഷ്യന്റെ മാനസിക തലത്തിൽ നിന്നുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് ഈ ഓണാഘോഷം എന്ന് പറയുന്നത് നമ്മൾ എല്ലാ വർഷവും ഇപ്പൊ കുറെ അനുഭവങ്ങൾ പറഞ്ഞു. എല്ലാവർക്കും അനുഭവങ്ങൾ ഒരുപാട് പറയാനുണ്ട്. കാരണം ഗ്രഹാതുരത്വത്തിന്റെ ഓർമ്മകൾ നമ്മളെ കൂടി കടന്നു പോകുന്ന ഒരു വലിയ ദിവസമാണെന്ന്. നമ്മളൊക്കെ തന്നെ പൊന്നോണം, ഈ പൊന്നിൻ ചിങ്ങമാസം, ഈ ചിങ്ങമാസത്തിന് പൊന്നിൻ ചിങ്ങമാസം എന്താ പറയുക, സാധാരണ മാസത്തെ പോലെയല്ല. പൊന്നിൻ മഴമാസം എന്ന് പറയില്ല, പക്ഷെ പൊന്നിൻ ചിങ്ങമാസം. എന്തുകൊണ്ടാണ്? ഈ ചിങ്ങത്തിൽ കുറേ പ്രത്യേകതകളുണ്ട്. നെൽക്കതിരുകൾ പൊൻനിറം പോണ്ടിങ്ങനെ വയലേലകളിൽ നിറഞ്ഞേക്കുന്നത്. ഇന്ന് നമുക്കതില്ല. പക്ഷെ ഇന്നത്തെ നമ്മൾ കുട്ടികൾക്ക് അരി എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്ന അരി എവിടുന്നാണ് ഉണ്ടാകുന്ന അറിയില്ല. ഈ നെല്ലിന്റെ തൂടി കഴിച്ചിട്ടുണ്ടാകുന്ന സാധാരണ അരി, അതാണ് ഞാൻ കഴിക്കുന്ന ഭക്ഷണം എന്ന് കുട്ടികൾക്ക് അറിയില്ല. കാരണം വയലേലകളില്ല, അനുഭവങ്ങളില്ല. അത് ഈ അടുത്ത കാലത്ത് ഞാൻ എൻ്റെ മകൻ, ഞാനിപ്പോൾ 40 വയസ്സായി, അവൻ ചെറുതായിരിക്കുമ്പോൾ വയൽ കാണിക്കാൻ വേണ്ടി ഞാൻ അന്ന് തന്നെ കിലോമീറ്റർ നടക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം വയലുകളെല്ലാം ഇന്ന് കൃഷി ചെയ്യുന്നില്ല, വാഴത്തോട്ടങ്ങളായി, കവുങ്ങ് തോട്ടങ്ങളായി, എല്ലാം നഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് മൂടുന്ന ഒരു സ്ഥിതിയാണ്. നമുക്കിപ്പം വരുന്നത് ആന്ധ്രാപ്രദേശുകാരനും തമിഴ്നാടുകാരനും അതുപോലെ UP-യിലൊക്കെ ഉള്ള കർഷകർ പണിയെടുത്തില്ലെങ്കിൽ നമുക്ക് ഭക്ഷണമില്ല. അപ്പോൾ ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എല്ലാം തകിടം മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ്. അപ്പോൾ ഇതിനൊക്കെ ഒരു മോചനം, ഒരു ഗൃഹാതുരത്വം നമുക്ക് ഓർമ്മപ്പെടുത്തുന്ന ഈ ഓണം വരുമ്പോൾ നമ്മൾ അരിയും അതുപോലെ തന്നെ നെല്ലിനെ കുറിച്ചൊക്കെ ചിന്തിക്കുക. കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക, നെല്ല് പറഞ്ഞൊരു സാധനമുണ്ട്, അതിങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഞാറ് നട്ടിട്ടാണ്, അതിനുണ്ടാകുന്ന കതിരുകൾ, മണികളാണ് കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഈ ഓണം സന്തോഷത്തിന്റെ ദിനമാണ്. ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. അപ്പൊ ഇന്ന് തെരഞ്ഞെടുത്ത ഈ ദിവസത്തിൽ നമ്മൾ കുടിക്കുന്ന അരി, അതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു ചടങ്ങിലൂടെ നടക്കുന്നത്. ഓണത്തിന്റെ സമ്മാനം ഏറ്റവും നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ വീട്ടുകളിലും, ആർക്കും ഈ കൊണ്ടുവന്ന ആർക്കും ഇത് എനിക്ക് വേണ്ടാത്ത സാധനമായിപ്പോയി എന്ന് ആർക്കും പറയാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു സമ്മാനം തിരഞ്ഞെടുത്ത നമ്മുടെ ഈ സംഘടനയുടെ ഭാരവാഹികളെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഞാൻ ഉൾപ്പെടുന്ന സംഘടനയാണ്. ഈ സംഘടന നമുക്ക് ഉത്തരവാദിത്തം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കണം. പുതിയ മെമ്പർമാർ നമുക്ക് സദാനന്ദത്തെ പോലെയുള്ള മെമ്പർമാരൊക്കെ നമുക്ക് അസറ്റാണ്. ഇനിയും കൂടുതൽ ആളുകളെ നമുക്ക് ബന്ധപ്പെടാനും ഇതൊന്നും നല്ല സീനിയേഴ്സ് നമ്മുടെ പേരാളെ സംബന്ധിച്ചല്ലേ. അപ്പം നമുക്ക് കൂടുതൽ ആളുകളെ നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് ഓരോരുത്തർക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. ഈ ദിനത്തിൽ എല്ലാവർക്കും ഒരു വലിയ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ നേരുകയാണ്. നന്ദി, നമസ്കാരം. അടുത്തതായി ഡോക്ടർ ദിനേശ് നമ്മോട് സംസാരിക്കും. സീനിയർ സിറ്റിസൺ ഫോറത്തിൻ്റെ മഹനീയ വ്യക്തികൾ, എൻ്റെ മുന്നിലിരിക്കുന്ന മഹനീയ വ്യക്തിത്വങ്ങളെ, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇന്ന് നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും സന്തോഷകരമായ സൂചനകളിൽ ഒരു സൂചനമാണ് ഇന്ന്. എന്തുകൊണ്ടെന്നാൽ ഈ ഓണാഘോഷ പരിപാടികളെല്ലാം ഇപ്പം തുടക്കം കുറിച്ചിരിക്കുകയാണെങ്കിലും കൂടി ഈ ഒന്നാമത്തെ ഓണാഘോഷ പരിപാടികളിൽ തന്നെ നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ മനസ്സും ഹൃദയവും വയറും എല്ലാം നിറഞ്ഞ് ഒരു ഓണസദ്യ കഴിച്ച് പോകുന്ന ഒരു സന്തോഷത്തിലാണ് ഞാൻ അറിയിക്കുന്നത്. എന്നുവെച്ചാൽ ഓണത്തിൽ ഏറ്റവും ഇപ്പം അരിയെ പറ്റിയെല്ലാം കൂടെ എല്ലാം വളരെ വിശദമായി
വിശദമായിട്ട് എൻ്റെ സുഹൃത്തുക്കളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. എങ്കിലും ഒരു മഹനീയമായ ഒരു ഓണസദ്യയുടെ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ അരി നമ്മുടെ സീനിയർ സിറ്റിസൺ ഫോറത്തിലെ കുടുംബാംഗങ്ങൾക്കെല്ലാം നൽകുന്നതിന് വേണ്ടി തീരുമാനിച്ച നമ്മുടെ സിറ്റിസൺ ഫോറത്തിൻ്റെ ഭാരവാഹികളെല്ലാം ഈ അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കാനും അനുമോദിക്കാനും ആഗ്രഹിക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ എവിടെ നിറഞ്ഞ ആശംസ അർപ്പിച്ചുകൊണ്ട് ക്ഷമ ചോദിച്ചുകൊണ്ടും ഈ പരിപാടി കഴിയുന്നവരെ ഇവിടെ നിൽക്കാൻ സമയമില്ലാതുകൊണ്ടും ഞാൻ വേദിയിൽ നിന്ന് വിടവുന്നുണ്ട്. വേദിയിൽ സദസ്സിലുള്ള എല്ലാവർക്കും നമസ്കാരം. പൊതുവെ ഇതുപോലെയുള്ള പരിപാടികളിൽ പങ്കെടുക്കാനും വിമുഖത കാണിക്കുന്ന ആളാണ് ഞാൻ. പിന്നെ വാസുവിൻ്റെ നിർബന്ധം കാരണമാണ് ഇതിൽ പങ്കെടുക്കുന്നത്. ഇത് 4ാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഈ സീനിയർ സിറ്റിസൻ്റെ മീറ്റിങ്ങിൽ വരുന്നത്. അതായത് പഠിച്ചുകൊണ്ടാണ് എല്ലാ പ്രാവശ്യവും വന്നിട്ടുള്ളതെങ്കിലും വന്നു കഴിഞ്ഞാൽ എനിക്ക് സന്തോഷമാണ്. അത് നന്നായി എന്നാണ് തോന്നുന്നത്. ഈ പ്രാവശ്യം അങ്ങനെ തന്നെയാണ്. അതേപോലെ വരാൻ പറ്റിയത് നന്നായി. എല്ലാവരും ഒരുപാട് ആളുകളെ കാണാനിടെ ഒരു സന്തോഷമുണ്ട്. ഞാൻ ഇറങ്ങുന്നതിൻ്റെ കുറച്ച് മുമ്പ് എനിക്ക് കൂത്തുറമ്പ് എൻ്റെ ഒരു പഴയ ക്ലാസ്മേറ്റാണ്. ഒരാൾ വിളിച്ചു തന്നെ സാധാരണ നീ അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാനുണ്ട്, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, ഞാൻ കാണുന്നത്. ഞാൻ ഇപ്പോൾ വരണ്ട, ഞാൻ സീനിയർ സിറ്റിസൻ്റെ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഒരു 5 മണിക്ക് ശേഷം വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ഉടനെ പറയാം, സീനിയർ സിറ്റിസൻ്റെ മീറ്റിങ്ങിൽ നിനക്കെന്താ കാര്യം? അപ്പോൾ എനിക്ക് ഉള്ളിൽ ചെറിയ സന്തോഷമുണ്ട്. എന്ന് വെച്ചാൽ പുള്ളി എന്നെ സീനിയർ സിറ്റിസൻ്റെ കൂട്ടത്തിൽ പെടുത്തിയിട്ടില്ല. അപ്പോൾ ഞാനൊന്ന് കുറിച്ചിരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ ഇവിടെ വന്നപ്പോൾ പൊതുവെയുള്ള ഒരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ സീനിയർ സിറ്റിസൺ എന്ന് പറഞ്ഞാൽ വയോധികരുടെ വഴിയിലൂന്നി കുത്തിപ്പിടിച്ച് നടക്കുന്ന ആളുകളുടെ അവരുടെ ഒരു മീറ്റിംഗ് എന്നുള്ള ഒരു കൺസെപ്റ്റാണ്. ഞാനിവിടെ വന്ന് നോക്കിയപ്പോൾ ഒരു ഊന്നുവടിയും ഇത് വേറെ ഊന്നുവടികളൊന്നും എനിക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലെ സീനിയർ സിറ്റിസൺ ആണെങ്കിൽ കുറച്ച് ഊർജ്ജസ്വലതയോടെ നടക്കുന്നതാണ് നല്ലത്. നമ്മളെ ചെറിയൊരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ മുട്ടുവേദനയാണെങ്കിൽ ഞാൻ മീറ്റിംഗ് ഇല്ല എന്ന് പറയും. ഇല്ല, നല്ലത് ചെറിയ ചെറിയ അസൗകര്യങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ ഇതുപോലെ മീറ്റിങ്ങിൽ തീർച്ചയായിട്ടും സീനിയർ സിറ്റിസൺസ് പങ്കെടുക്കണം. കാരണം അപ്പം തന്നെ കുറേ സമാന പ്രശ്നങ്ങളുള്ള ആളുകളെ നമുക്ക് കാണാനും ഇടപെടാനും സംസാരിക്കാനൊക്കെ ഉള്ളൊരു അവസരം കിട്ടും. പിന്നെ നമ്മളുടെ ഈ പ്രായമൊന്നും മറ്റുള്ളവരെ കാണില്ല. ഒരു കാര്യം കൂടെ പറഞ്ഞാൽ ഞാൻ 2001 താലൂക്ക് ആശുപത്രി ജോയിൻ ചെയ്തപ്പോൾ ഇപ്പോൾ 25 വർഷമായി പേരാർ താലൂക്ക് ആശുപത്രി. അന്ന് മുതൽ പരിചയപ്പെട്ടാണ് നമ്മളെ വാസുവിനെ. കാരണം മിക്കവാറും ദിവസങ്ങളിലും കാണുകയും ചെയ്യും. ഡെയിലി കളക്ഷനായിട്ടും LIC ആയിട്ടും ബാങ്കിലെ ആവശ്യങ്ങൾക്കൊക്കെ അതിൽ വന്നു പോകുന്നത് കാണുന്നത്. അപ്പം ഞാൻ വാസു എന്നാണ് വിളിക്കല്. അപ്പോൾ എൻ്റെ സമപ്രായക്കാരെന്നുള്ളവരെയാണ് ഞാൻ അങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി ഒരു 8 വയസ്സോളം വ്യത്യാസമുണ്ടെന്നുള്ളത്. ശരിക്കും ഞാൻ വാസുവേട്ടാണ് വിളിക്കുന്നതാണ്. അപ്പോൾ ഞാൻ വിളിക്കുന്നതായിട്ട് വൈഫിന് എന്നെക്കാളും 5-8 വയസ്സ് കുറവുണ്ട്. അപ്പോൾ വൈഫും വിളിക്കുക വാസു എന്നിങ്ങനെ. അപ്പോൾ ഞാൻ ഇന്നേവരെ വാസുവിനെ ഒരു നരച്ച മുടിയായിട്ടോ ഒരു നരച്ച മീശയിലുമായിട്ട് ഇതുപോലെ നിന്ന് നോക്കിയാൽ ഇപ്പോൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വയസ്സെത്രയുടെ മൂപ്പരുടെ പിടിയിട്ടില്ല. ഞാൻ പറയുന്നത് ഒരു ഉദാഹരണമാക്കി എടുത്തിട്ട് നമ്മളെല്ലാവരും പിന്നെ ചെറുപ്പക്കാരായിട്ട് തന്നെ നടക്കാൻ ശ്രമിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുക. പിന്നെ ഈ സമ്മാനം നേരത്തെ ജെപ്പി പറഞ്ഞതുപോലെ ഈ അരി കൊടുക്കാൻ തീരുമാനിച്ച വളരെ നല്ലൊരു തീരുമാനമായി. കാരണം ഒരു 2 ആഴ്ച കഴിഞ്ഞാൽ ഇതൊന്നും ആരുടെ വീട്ടിലുണ്ടാവില്ല മിക്കവാറും. പക്ഷെ ഒരു മൊമെന്റോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ രാമചന്ദ്രനൊക്കെ വീട്ടിലാണെങ്കിൽ കുറേ മൊമെന്റോ ഉണ്ടാവും. ഒരു അതൊക്കെ കുറച്ച് നാൾ നമ്മൾ വളരെ സമ്മാനം കിട്ടിയല്ല, വളരെ ഭംഗിയായിട്ട് ഷോക്കേസിൽ വെക്കും. കുറച്ച് കഴിഞ്ഞാൽ അത് മൂലക്കിടും. പിന്നെ ചെതിര് പിടിച്ച് പൊടി പിടിച്ച് അതെടുത്ത് കളയുന്നു. പക്ഷെ ഇതങ്ങനെയല്ല, ഇത് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടൊരു സംഗതിയാണ്. അപ്പൊ അങ്ങനെ ഒരു ആലോചിച്ച് തെരഞ്ഞെടുത്തവരെ അവരെങ്ങനെ അറിയിക്കുന്നു. എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സത്യം പേരാവൂരിൻ്റെ യേശുദാസ് നമുക്ക് വേണ്ടി ഒരു പാട്ട്.
ചന്ദ്രമതി ടീച്ചർ മേഖലയുള്ള ഈ യോഗത്തിന്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ച് സംസാരിച്ച പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട നാരായണ മാസ്റ്റർ, ഈ ഓണ സമ്മാനം ഉദ്ഘാടനം ചെയ്ത് നമ്മളോട് സംസാരിച്ച ഏറെ പ്രിയമുള്ള നമ്മുടെ രാമേന്ദ്ര ഡോക്ടർ, ഓണത്തിന്റെ സന്ദേശം നമ്മളിലേക്ക് പകർന്നു തന്ന കുട്ടേട്ടൻ എന്ന ബഹുമാനപ്പെട്ട കെ രാമേന്ദ്രൻ സാർ അവர்கள், പ്രിയപ്പെട്ട രാമേട്ടൻ, നമ്മൾക്ക് ഇതിനു വേണ്ടി ഈ സീനിയർ സിറ്റിസണിനെല്ലാം ഡയറക്ഷന് നൽകി വളരെ നല്ല രീതിയിൽ നമ്മളെ മുന്നിലോട്ട് നയിക്കുന്ന പ്രിയപ്പെട്ട ഇന്ദിരേച്ചി, എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം ഓതിയ പ്രിയപ്പെട്ട നമ്മുടെ രഘു മാസ്റ്റർ, സീനിയർ സിറ്റിസൺ ഫോറത്തിന്റെ സെക്രട്ടറി സി നാരായണൻ, സദസ്സിലിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങൾക്കും, ഒരുപാട് ആളുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട നാരായണ മാഷിൻ്റെ നമ്മൾ ഒരുപാട് വർഷം ഒരുമിച്ച് ജോലി ചെയ്ത സൗദാമിനി ടീച്ചറ്, ഒരുപാട് കാര്യം ഓർമ്മയിൽ വരുന്നുണ്ട് ടീച്ചറെ ഇപ്പം കണ്ടപ്പോൾ. എല്ലാവരും, എല്ലാ ബഹുമാന്യ വ്യക്തികൾക്കും സ്നേഹത്തോടെ എൻ്റെ പ്രണാമം. നമ്മൾ ഈ ഓണത്തിനുള്ള ഈ സമ്മാനം, ഓണ സമ്മാനം, അത് അന്നം, അന്നാഭവതി പൂജാത എന്ന് പറഞ്ഞത്, അന്നത്തിൽ നിന്നാണ് ഈ ഭൂതങ്ങളൊക്കെ ജനിക്കുന്നത് എന്ന് ഭഗവത്ഗീതയിൽ നമ്മളോട് പറയുന്നുണ്ട്. ഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ ഭവിച്ചത്, ജനിച്ചത് തന്നെ അർത്ഥമുള്ളൂ. ഈ അന്നമാണ് നമുക്ക് ഒരുപാട്, അതിനെപ്പറ്റി ഒരുപാട് പറയാനുണ്ടാവും, അതിവിടെ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അന്നത്തിൽ നിന്ന് റൗണ്ട് ചെയ്ത് റൊട്ടേഷനിലാണ് മനുഷ്യജന്മവും, അത് മണ്ണിലേക്ക് പോകുന്നതും തിരിച്ചു വരുന്നതും ഒക്കെ അന്നത്തിൽ നിന്നാണ്. ഇങ്ങനെ ഒരു സംരംഭം, ഈ അന്നം ഈ ദിവസം തന്നെ ഓണത്തിന് തന്നെ കൊടുക്കണം എന്നുള്ളൊരു തീരുമാനം ഉണ്ടായ ആദ്യം ഒരാളെ തലയിലാണെന്നുള്ള എല്ലാ ചിന്തകളും വരിക, അത് നമ്മൾ പരസ്പരം ഷെയർ ചെയ്യുക, നല്ലതിനെ സ്വീകരിക്കുക, അല്ലാത്തതിനെ തിരസ്കരിക്കുക, അതാണല്ലോ നല്ലത്, നല്ല മനുഷ്യനുണ്ടാകേണ്ട ഗുണങ്ങൾ. അങ്ങനെ അത് വന്ന അവരെ ഞാൻ ബഹുമാനിക്കുകയാണ്. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ഈ അരി നമുക്ക് എല്ലാവർക്കും ഉണ്ട്, അരി ഇത്തിരി അരി വാങ്ങി കഴിക്കാൻ എല്ലാവർക്കും കഴിയും. പക്ഷെ ഈ അരി കിട്ടുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നല്ല സന്തോഷത്തിലാണ്. ഡോക്ടർ വരുന്നില്ല എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു പിന്നെ വരാണ്ട, നമുക്ക് അരി വാങ്ങണ്ടേ. അരി അതൊരു സന്തോഷമാണ്. പൊതുവെ നമുക്ക് സന്തോഷമാണ് സമ്മാനങ്ങൾ. ആര് തരുന്നത് ചെറിയ സമ്മാനമായാലും സമ്മാനത്തിന്റെ വലുപ്പത്തിലല്ല, അതിൻ്റെ ഒരു സന്തോഷം, നമ്മളിലേക്ക് ഒരു സ്നേഹം പകർന്നു തരുന്നതാണ് ആ സമ്മാനങ്ങൾ. അതുകൊണ്ട് അതിനെ ഞാൻ ഏറെ ബഹുമാനിക്കുന്നു. നമുക്ക് ഇവിടെ ഓണ സന്ദേശം പകർന്നു തന്ന കൂട്ടത്തിൽ ജയപ്രകാശൻ, ബഹുമാനപ്പെട്ട ജയപ്രകാശൻ, കുട്ടേട്ടൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ ഓണ സന്ദേശം ശരിക്കും പറഞ്ഞാൽ ഒരു ഒരുമയുടെ ഒരു
സന്ദേശമാണ് ഓണത്തിനുള്ളത്. എല്ലാവർക്കും അറിയാം ഓണത്തിന്റെ എല്ലാ കാര്യങ്ങളും, നമ്മളൊന്നും പറയാനില്ല. പിന്നെ കള്ളവുമില്ല, ചതിയുമില്ല, എള്ളോളമില്ല, പൊടിപെടണമെന്നാണ്. അത് വലിയൊരു തത്വം അതിൻ്റെ ഉള്ളിൽ ഒതുങ്ങി കിടക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കള്ളമില്ലാണ്ടിരിക്കുക, നമ്മുടെ മനസ്സ് ശുദ്ധാവുക, ചതിയില്ലാണ്ടിരിക്കുക, പുള്ളിവചനമില്ലാണ്ടിരിക്കുക. എത്ര നല്ലൊരു ലോകമായിരിക്കും. നമുക്ക് ഓരോരുത്തർക്കും ചിന്തിക്കുമ്പോൾ തന്നെ അറിയാതെ ആ ലോകത്തിന്റെ ഒരു വലുപ്പം, അതിന്റെ ഒരു പ്രാധാന്യം, അത് നമുക്ക് നല്ലത് കേൾക്കാനും നല്ലത് ചിന്തിക്കാനും നല്ലത് പറയാനുമുള്ള ഒരു വഴി അതിൽ കൂടി ഒരുക്കുന്നുണ്ട്. കൂട്ടായ്മയിൽ കൂടി നമുക്ക് നല്ല ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ കൂട്ടായ്മയിൽ കൂടി നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ അറിയാതെ കയറി ഇറങ്ങി പോകുന്നുണ്ട്. പരസ്പരം സ്നേഹിക്കാനും ആദരിക്കാനും ബഹുമാനിക്കുവാനുമുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ഈ കൂട്ടായ്മയിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നും. ഓരോരുത്തരെ കാണുമ്പോഴും ഓരോരുത്തരോട് സംസാരിക്കുമ്പോഴും ഒക്കെ. അതുകൊണ്ട് ഈ സംഘടന, മഹത്തായ സംഘടനക്ക് പൂർവാധികം നന്മയോടെ എല്ലാവർക്കും സന്തോഷം പകർന്നുകൊണ്ട് എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് നീങ്ങുവാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് എല്ലാവർക്കും ഓണാശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വേദിയിലിരിക്കുന്ന എല്ലാവരോടും നമസ്കാരം. ഞാൻ ഒരിക്കലും വക്താവല്ല, അതായത് സംസാരിക്കുന്നയാളല്ല, ശ്രോതാവാണ്. മറ്റുള്ളവർ പറയുന്നത് കേൾക്കുക, മനസ്സിലാക്കുക എന്നുള്ളതാണ് എൻ്റെ സ്വതകളുടെ ശീലം. അതുകൊണ്ട് പ്രത്യേകിച്ച് ഞാനൊരു പ്രാസംഗികൻ എന്ന നിലയിലൂടെ സംസാരിക്കുന്നില്ല. എല്ലാ ആളുകൾക്കും ഓണാശംസകൾ മാത്രം നേർന്നുകൊണ്ട് ഞാൻ വരും. സ്റ്റേജിലും സദസ്സിലുമുള്ള സീനിയർ സിറ്റിസൺസ് പ്രവർത്തകരെ, അംഗങ്ങളെ എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. അടുത്തത് നന്ദി പ്രകടനമാണ്. അതിനുവേണ്ടി സീനിയർ സിറ്റിസന്റെ യൂത്ത് വിംഗ് പ്രസിഡന്റ് ശ്രീ വാസുദേവൻ. കേരള സീനിയർ സിറ്റിസൺ ഫോറത്തിന്റെ ബഹുമാന്യനായ അധ്യക്ഷൻ എൻ്റെ ഗുരുനാഥൻ നാരായണ മാഷ്, പിന്നെ ഇതിൻ്റെ എല്ലാം സീനിയർ സിറ്റിസന്റെ സ്വാഗതം തന്ന രഘുനാഥൻ മാഷ്, അധ്യക്ഷ പ്രഭാഷണം നടത്തിയ പി വി നാരായണ മാസ്റ്റർ, ഓണസമ്മാനം വിതരണം ചെയ്ത ഡോക്ടർ വി രാമേന്ദ്രൻ ഡോക്ടർ, സന്ദേശം ചെയ്ത കെ രാമേന്ദ്രൻ, ജയപ്രകാശ്, നാരായണ മാഷ്, വേദിയിലുള്ള സീനിയർ സിറ്റിസൺ മെമ്പർമാരെ, സഹോദരിമാരെ, ഞാൻ സീനിയർ സിറ്റിസന്റെ ഒരു വക്താവ് തന്നെയാണ്. വയസ്സായോട് ഞാൻ പറയാറില്ല. എല്ലാവരും ചോദിക്കുന്നുണ്ട്. ഞാൻ ബാങ്കിൽ ഇപ്പോൾ ഉണ്ട്, സിൻഡിക്കേറ്റ് ബാങ്കിലുണ്ട്. അപ്പോൾ എല്ലാ ആൾക്കാരും വന്നിട്ടാണ് ചോദിക്കുന്നത്, വാസുറാ നിങ്ങൾ പെൻഷൻ ആയിട്ടില്ലേ? ഞാൻ എന്നും 2-3 വർഷം കൂടിയിട്ട് പറഞ്ഞിട്ട് ഞാനിങ്ങനെ സമാധാനം. എൻ്റെ വയസ്സ് ആരും അറിയിച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഇടയ്ക്ക് ഒരു ഊർജ്ജസ്വലനായിട്ടുള്ളൊരു സീനിയർ സിറ്റിസൺ വേണമല്ലോ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ ഓണ സന്ദേശങ്ങൾ തന്നുകൊണ്ട് നന്ദി, എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട്. ഞാനത് പ്രാസംഗികരൊന്നുമല്ല, നിങ്ങളുടെ ഇടയ്ക്ക് വന്ന് 2 വാക്ക് സംസാരിക്കണം വെച്ചിട്ടാണ്. എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.